ചുമയും ജലദോഷവും ഒക്കെ തുടങ്ങി ഇങ്ങനെ പനി പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, അപ്പം തുടങ്ങും ചുക്ക് കാപ്പി കഷായം ഉണ്ടാക്കി കുടിക്കാൻ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് ഈ 4 ഇലകൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ പേരയില, പനിക്കൂർക്കയില, ചുമക്കൂർക്കയില, പിന്നെ തുളസിയില. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇടിച്ചെടുക്കണം. എന്നിട്ട് ഇടിച്ചെടുത്തത് ഒരു 5-6 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് തിളപ്പിക്കാൻ വെക്കണം. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് നമ്മുടെ ചുക്കുപൊടി. ഇവിടെ നമ്മൾ ചുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കണമെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് അതിൽ നിന്ന് 1-2 സ്പൂൺ ചേർത്ത് കൊടുത്ത് കഷായം ഉണ്ടാക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ഒരു പകുതിയോളം എത്തിക്കഴിയുമ്പോൾ ആവശ്യമുള്ള കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചുക്ക് കാപ്പി കഷായം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാപ്പിക്ക് ആവശ്യമായിട്ടുള്ളൊരു മധുരം കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി നിൽക്കും. പക്ഷേ എനിക്ക് ആ മധുരം ഇല്ലാണ്ട് ആ എരിവോട് കൂടി ചുക്ക് കാപ്പി കഷായം കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ശർക്കര ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് ഈ ചൂടോടുകൂടി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി പതുക്കെ പതുക്കെ സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടും. ഈ ചുമച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന തൊണ്ടയ്ക്കൊക്കെ ഈ കഷായം ചെല്ലുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് 3 നേരം കുറച്ചീച്ചെ ചൂടാക്കിയെടുത്ത് കുടിക്കലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പനിയല്ല ജലദോഷമല്ല എന്താണെങ്കിലും പമ്പ് കിടക്കും.